നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ രോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താച്ചാല് ആഷാഢ നവരാത്രി അപ്ഡേറ്റ് ആണ്. മൊത്തം 9 ദിവസത്തെ പൂജകളാണ് ഇരിക്കുന്നത്. ഇപ്പോ നവരാത്രി നോക്കിയാല് 9 ദിനങ്ങളാണ്. ജൂലൈ 15 തീയതി ബുധനാഴ്ച തുടങ്ങി ജൂലൈ മാസം 23 തീയതി വരെയാണ് ആഷാഢ നവരാത്രി ഇരിക്കുന്നത്. ഇത് വന്നിട്ട് ഒത്തിരി മുഖ്യമായ ഒരു പതിവാണ്. ഒത്തിരി മെസ്സേജസ് എനിക്ക് വന്നിരുന്നു എന്നാ ആഷാഢ നവരാത്രി തുടങ്ങുന്നത്, അതിന്റെ ബാക്കിയുള്ള പൂജാ വിശേഷങ്ങളെ പറ്റി പറയാനായിട്ട്. മുൻകൂട്ടി തന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നതിന്റെ കാരണം എന്താ വെച്ചാല് ചില പേർക്ക് അതൊരു പ്രിപ്പറേഷൻ ആയിട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വന്നിട്ട് ഭയങ്കര വിശേഷപ്പെട്ട സിദ്ധറുകളുടെ ഒരു ദൈവിക രഹസ്യം. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ ഈ 9 ദിവസം നിങ്ങൾ ചോദിക്കുന്ന വിഷയം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇതിൽ ഞാൻ വന്നിട്ട് ഒരു 2-3 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഫുള്ളാ നോക്കിയാലേ നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഇല്ലാതെ മനസ്സിലാവുകയുള്ളൂ. ഒത്തിരി മുഖ്യമായ വിഷയങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലാക്കിക്കൊള്ളുക. അതിനു മുന്നേ നിങ്ങൾ പഞ്ചമി തിഥി അപ്ഡേറ്റ് നോക്കിക്കോളൂ. 18 തീയതിയാണ് പഞ്ചമി തിഥി വരുന്നത്. 17 തീയതിയോടുകൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. അതുപോലെ തന്നെ ആഷാഢ നവരാത്രി പൂജ, വഴിപാട് പ്രത്യേകം ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പേരുകൾ കൊടുക്കുന്നവരും വാട്സപ്പ് നമ്പർ ഞാൻ മേലെ കാണിക്കുന്നുണ്ട്, അതിലേക്ക് സെൻഡ് ചെയ്തോളുക. ഇത്തവണ നമ്മുടെ പഞ്ചമി വന്നിട്ട് ആഷാഢ പഞ്ചമിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര പവർഫുൾ ആയത് ഞാൻ ആൾറെഡി പറഞ്ഞു. നിങ്ങൾ ചോദിക്കുന്ന വിഷയം നടക്കാനായിട്ട് ഒരു ദൈവിക രഹസ്യത്തെ കുറിച്ചാണ് ഞാനിപ്പോ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ദൈവിക രഹസ്യം മാത്രം നിങ്ങൾ 9 ദിവസം ചെയ്താലേ മതി. അതിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നിങ്ങൾക്ക് സക്സസ് ആയിട്ട് നടക്കും. ഞാൻ പറയുന്ന ഈ വിഷയം വന്നിട്ട് നിങ്ങൾക്ക് 9 ദിവസവും കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ 7 ദിവസം ചെയ്യാം, അതില്ലെങ്കിൽ 5 ദിവസവും ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 3 നാളോ. ഇതും ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ 1 നാളെങ്കിലും ചെയ്തോളുക. അതിന് മുന്നേ ഞാൻ പറയാം എന്തെല്ലാം ഇതിന് ചെയ്യണമെന്ന്. ആഷാഢ നവരാത്രി എന്നാല് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്താച്ചാല് നമ്മൾ കലശം വെച്ചിട്ട് വഴിപാട് ചെയ്യുന്നത്. ആ കലശം എങ്ങനെ വെക്കുന്ന വെച്ചാല് അതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം. അത് പറഞ്ഞിട്ട് ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പഴയ പതിവുകളിലൊക്കെ അതുണ്ട്. വരലക്ഷ്മി നോമ്പിനെല്ലാം നമ്മൾ എങ്ങനെ കലശം വയ്ക്കുന്നുവോ 5 പൊരുൾ അല്ലെങ്കിൽ 7 പൊരുൾ എന്ന ഓട് നമ്പറിൽ ഇങ്ങനെ ഒറ്റ നമ്പറിൽ നമ്മൾ മുഖ്യമായ പൊരുൾകളെല്ലാം അതിൽ പോട്ടിട്ട് കലത്തിൽ പോട്ടിട്ട് നമ്മൾ തേങ്ങ വെച്ച് വഴിപാട് ചെയ്യും. അതൊക്കെ അറിയാമല്ലോ. കലശം പിരിക്കുമ്പോൾ ആ തേങ്ങ എടുത്തിട്ട് നമ്മൾ സ്വീറ്റ് ചെയ്യും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള മുറയിൽ കലശം വയ്ക്കുന്നതെന്ന്. അങ്ങനെ കലശം വെച്ച് വഴിപാട് ചെയ്യുന്നത് ഒരു മുറ. എന്നാല് കലശം വയ്ക്കാൻ വിരുപ്പമില്ലാത്തവരാണെങ്കിൽ, കലശം വയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നവരെങ്കിൽ ഇതും നിങ്ങൾ ചെയ്യ വേണ്ട. ഡെയിലിയും ഏതെങ്കിലും ഒരു പ്രസാദം, അത് 9 നാളിലും വരാഹിയമ്മ വന്നിട്ട്, അതായത് 9 കോലത്തിലാണ് അമ്മ ഇരിക്കുന്നത്. ഈ കോലം എന്നില്ല, 9 കോലത്തിൽ അമ്മ ഇരിക്കും. ആ 9 കോലത്തിൽ വന്നിട്ട് പല വകയായ ശക്തികളാണ് വെളിപ്പെട്ട് വരുന്നത്. അതായത് ഒരു ഭയങ്കരമായ ഒരു അതീത ശക്തിയായി അമ്മ മാറും. ഈ ഒരു അപൂർവമായ ടൈമില് നിങ്ങൾ എന്ത് ചോദിച്ചാലും കണ്ണും മൂടി അത് നടന്നു കിട്ടും. അതിനാലാണ് പെർട്ടിക്കുലർലി ഓരോരോ ദൈവത്തിനെന്ന് വെച്ചിട്ട് ഓരോരോ സമയം വെച്ചിരിക്കുന്നത്. ഈ ടൈമിൽ നിങ്ങൾ അവരുടെ കാല പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതെല്ലാം സിദ്ധന്മാര്, ദേവന്മാര്, ദേവാദി ദേവന്മാര് എല്ലാരും ഈ ആഷാഢ നവരാത്രിയെ പ്രാർത്ഥിക്കുമെന്ന്. അതുപോലെ തന്നെ നമ്മളെ വരാഹി ഉപാസകര് നിറയെ പേര് വന്നിട്ട് സത്യസിദ്ധി കൊടുക്കുന്നതാണ് ഈ ആഷാഢ നവരാത്രി എന്നത്. ഈ ആഷാഢ നവരാത്രി വന്നിട്ട് നമുക്ക് ശക്തിയെ മാത്രമല്ല സിദ്ധിയെയും കൊടുക്കുന്നതിന് ഒരു വലിയ കാരണവും ഇരിക്കുന്നുണ്ട്. അതും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നിങ്ങൾ കലശം വെച്ച് ചെയ്യുന്നവര് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. അതുപോലെ വന്നിട്ട് ഇന്നൊരു വിഷയം എന്താ വെച്ചാല് ചില പേര് വന്നിട്ട് 9 നാളുകളും സാധാരണ എപ്പോഴും പോലെ പ്രസാദം വെച്ച് വഴിപാട് ചെയ്യും. 9ാമത്തെ നാൾ അത് തീരുന്ന ദിവസം ഉണ്ടല്ലോ, 9 കന്നി പെൺകുടികൾക്ക് അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കുട്ടികൾക്ക് അവരുടെ പാദപൂജ ചെയ്തിട്ട് അവർക്ക് മുടിഞ്ഞ അളവിനപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കും. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അതും കൂടെ ചെയ്തോളുക. 9 നാളും പൂജ ചെയ്തിട്ട് 9ാമത്തെ ദിവസം ഇപ്പൊ കന്നി പെൺകുടികൾക്കോ ഇല്ലെങ്കിൽ കുഞ്ഞും കുട്ടികൾക്കോ, അതായത് വയസ്സറിയിച്ചവർക്കും അതല്ലെങ്കിൽ വയസ്സറിയിക്കാത്ത കുട്ടികൾക്കും ഇത് 9 കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തോളുക. ശരിയാ? നമ്മൾ വന്നിട്ട് അവരുടെ കാലിനും കയ്യിലും മഞ്ഞൾ കുങ്കുമം വെച്ചിട്ട് കർപ്പൂരം കാമിച്ച് അവരെ നമ്മൾ ദൈവമായിട്ട് സങ്കല്പിച്ച് വരാഹി അമ്മയായിട്ട് അവരെ മനസ്സിൽ കരുതി നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു പട്ടുപാവാടയോ ഇല്ല സാരിയോ, ജാക്കറ്റ് ബിറ്റ് ഉണ്ടല്ലോ, ബ്ലൗസിന്റെ ബിറ്റോ, അതോ ഇല്ലെങ്കിൽ വളകളോ, അങ്ങനെ നിങ്ങളൊരു റിട്ടേണിംഗ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോളുക. പിന്നെ വെറ്റില പാകം പഴവും വെച്ചും കൂടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ശരിയാ? നിങ്ങളുടെ വരുമാനത്തിന് ഒരു കൊച്ചു കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തോളുക.
പിന്നെ മൈലാഞ്ചി കൊടുക്കാം, മെഹന്തി സ്റ്റിക്ക് വാങ്ങി കൊടുക്കാം. അത് നിങ്ങളെ കൊണ്ട് എന്ത് പറ്റുന്നുവോ അത് നിങ്ങൾ 9 കുട്ടികൾക്ക് ചെയ്തോളുക. അപ്പൊ ചോദിക്കും, 9 കുട്ടികൾക്ക് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. നിങ്ങളെ കൊണ്ട് ഒരു കുട്ടിക്കാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തോളുക. പക്ഷെ ഓഡ് നമ്പറിലേ ചെയ്യാൻ പാടുള്ളൂ. 1, 3, 5, 7, 9. ശരിയാ? ഇത് വന്നിട്ട് ഒരു മുറ. ഇന്നൊരു സൂക്ഷ്മ രഹസ്യം എന്താച്ചാല് വന്നിട്ട് വരാഹി അമ്മനക്ക് ഈ 9 നാൾകളിലും പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ 9 കളർ, അതായത് ആ കളർ എന്ന് വെച്ചിട്ട് നീല കളർ ഡ്രസ് ഉണ്ട്. അത് ലൈറ്റ് ആയാലും ശരി ഡാർക്ക് ആയാലും ശരി ഒരു നീല പതിഞ്ഞ ഒരു കളർ ഡ്രസ്സേ ഇടാൻ പാടുള്ളൂ. പറ്റുന്നത് രീതിയിൽ ചെയ്തോളുക. ഡാർക്ക് നേവി ബ്ലൂ ഒക്കെ ആവുമ്പോ നല്ല ഭയങ്കര അതിൽ വശീകരണ ശക്തി ജാസ്തിയായിട്ടുള്ളതാണ്. രാഹിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമാണ് ഈ ബ്ലൂ കളർ. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. പൂജ ചെയ്യുമ്പോൾ മാത്രം ഈ കളർ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ഷോളെങ്കിലും അത് ഈ കളറിൽ ഇട്ടോളുക. എന്നിട്ട് വഴിപാട് ചെയ്തോളൂ. ഇത് വന്നിട്ട് സിദ്ധറുകൾ പറഞ്ഞിരിക്കുന്നത് ശീഘ്രം എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് കാര്യസിദ്ധി ഉണ്ടാവുമെന്നാണ്. അമ്മയ്ക്ക് പിടിച്ച കളറിൽ നിങ്ങൾ പൂജയും വഴിപാടും ഒക്കെ ചെയ്ത് അമ്മയെ ഇങ്ങനെ സന്തോഷിപ്പിക്കുമ്പോൾ അമ്മ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് സന്തോഷം തരും. ശരിയാ? കാരണം ആഷാഢ നവരാത്രിയിൽ വന്നിട്ട് വലിയ വലിയ മഹാന്മാരായിട്ടുള്ള സിദ്ധറുകൾ കൂടെയും ഈ കളറിലുള്ള ഉടയാട അണിഞ്ഞാണ് വഴിപാട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഒരു മുറയായിട്ട് ഇങ്ങനെ പിന്തുടർന്ന് പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ശരിയാ? മാത്രമല്ല ഈ സമയത്ത് നമ്മൾ വന്നിട്ട് ഒരു മുഖ്യമായ ദൈവത്തിനെയും കൂടെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. വരാഹി അമ്മനോട് പലവിധമായ രൂപങ്ങളാണ് ഈ 9 നാളുകളിലും നമ്മൾ കാണുന്നത്. ആ വകയിൽ വെളിപ്പെടുന്ന ഒരു രൂപമാണ് വന്നിട്ട് സിദ്ധിദാത്രി എന്നാണ് പറയുന്നത്. സിദ്ധിദാത്രി എന്ന് പറയുന്നത് ആഷാഢ നവരാത്രിയിലെ 8ാമത്തെ നാളില് ചെയ്യുന്ന ഒരു പൂജ. അവർക്കെന്നേ ഒരു വഴിപാട് ചെയ്യുന്നത്. 9 നാളുകളിലും 9 തരത്തിലുള്ള അലങ്കാരങ്ങളാണ് ചെയ്യുന്നത്. അതിൽ വന്നിട്ട് സിദ്ധിദാത്രി അലങ്കാരം ഒന്നാണ്. സിദ്ധിദാത്രികയെ വന്നിട്ട് നമ്മൾ 9 നാളുകളിലും വാരാഹിയുടെ അംശമായിട്ട് അലങ്കാരം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് മനസ്സിൽ കരുതി ചോദിച്ചാലും എടുത്തു തരും. അതിനാലെയാണ് എന്ത് ചോദിച്ചാലും തരുന്നതിനാലെയാണ് സിദ്ധിയെയും കൊടുത്ത് ബുദ്ധിയെയും കൊടുത്ത് കാര്യസിദ്ധിയെയും കൊടുക്കുന്നു എന്ന് പറയുന്നത്. ശക്തിയും കിട്ടും സിദ്ധിയും കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അവളോ നല്ല വിഷയങ്ങള് അവരാല് നമുക്ക് നടന്നു കിട്ടും. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികള് അല്ല ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന കുട്ടികള്, വീട്ടില് പാരന്റ്സ് ആവട്ടെ, അവർക്ക് ദേഹാസ്വാസ്ഥ്യം പല അസുഖത്തിനും അടിമപ്പെട്ടിരിക്കുന്നവര്, ആരായിരുന്നാലും എന്ത് പ്രശ്നമായിരുന്നാലും തനിതരിയായിട്ടൊന്നും നിങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. ഈ 9 നാളുകളും നിങ്ങൾ ഇവരെയെ മനസ്സിൽ കരുതി വഴിപാട് ചെയ്താൽ മാത്രം മതി. 9 നാളിലും ഇവർക്കെന്നേ ചൊല്ലേണ്ട ദൈവീക മന്ത്രം കൊടുത്തിരിക്കുന്നുണ്ട്. ഭയങ്കര ദൈവീക ശക്തിയാർന്ന ഒരു മന്ത്രമാണിത്. ആഷാഢ നവരാത്രി എന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. എല്ലാവർക്കും അതിന് ചെയ്യാൻ ഉള്ള അവസരം കിട്ടില്ല. ഈ വരാഹിയമ്മൻ നമുക്കൊരു നേരവും കാലവും കൊടുത്താലേ നമുക്ക് ഒരു ദിവസമെങ്കിലും അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനാലാണ് മുൻകൂട്ടി ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ചാൻസ് കിട്ടുമെങ്കിൽ ഒരു നാളെങ്കിലും നിങ്ങൾ ഈ മന്ത്രത്തെ ചൊല്ലി അമ്മയെ വഴിപാട് ചെയ്തോളുക. കേട്ട ഉടനെ എന്തും നമ്മുടെ കയ്യിൽ കിട്ടുന്ന വരമായിട്ട് കിട്ടുന്ന നാളാണ് ഈ 9 നാളുകൾ. മിസ് ചെയ്യരുതേ. ഈ അമ്മയുടെ ശക്തിയായ ഒരു മന്ത്രം ഇരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ലയാ. ഈ മന്ത്രത്തെ നിങ്ങൾ 9 നാളുകളിലും ഡെയിലി 108 തവണ ചൊല്ലണം. മന്ത്രം എങ്ങനെ ചൊല്ലണമെന്ന് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓം ഏം ക്രീം ക്ലീം സിദ്ധിദാത്രിയേ നമഃ. ഓം ഏം ക്രീം ക്ലീം സിദ്ധിദാത്രിയേ നമഃ. ഓം ഏം ക്രീം ക്ലീം സിദ്ധിദാത്രിയേ നമഃ. ഇത് വന്നിട്ട് നിങ്ങൾ ഓരോ ആഷാഢ നവരാത്രിയിൽ ഇപ്പൊ ബുധനാഴ്ച തുടങ്ങി നിങ്ങൾ ഓരോ ദിവസവും 108 തവണ ചൊല്ലിക്കൊണ്ടേ വരിക. അത് വന്നിട്ട് അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വേണ്ടതിൽ നിങ്ങൾ ഈ മന്ത്രവും ചൊല്ലി പറഞ്ഞോളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു പോസിറ്റീവ് സൈൻ കിട്ടിയിരിക്കും. ഒരു നാളിൽ കൂടെ നിങ്ങൾ ചോദിക്കുന്ന വിഷയം നടന്നു കിട്ടും. ഇതിലൊന്നും ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രം, അത്രയ്ക്കും മഹത്വം പൂർണ്ണിയ വാരി വിതറിയ ഒരു മന്ത്രം. ഇപ്പൊ നിങ്ങൾ 7 നാളാണ് പൂജ പണിതെങ്കിൽ നിങ്ങൾ ഈ 7 നാളും ഡെയിലി 108 തവണ വെച്ച് ഈ മന്ത്രം ഉച്ചരിച്ചോളുക. ഇപ്പൊ ഒരു നാളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു നാള് ഈ മന്ത്രം 108 തവണ ജപിച്ചോളുക. ശരിയാ? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, മുഖ്യമായ വിഷയങ്ങൾ, കന്യക വഴിപാട് ചെയ്യുന്നതൊക്കെ, റിട്ടേണിംഗ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് പറഞ്ഞില്ല. അത് നിങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളുക. അതല്ല പറ്റില്ലാച്ചാല് എപ്പോഴും പോലെ നിങ്ങൾ പ്രസാദം വെച്ച് 9 ദിവസവും വഴിപാട് ചെയ്തോളുക. പ്രസാദം എന്നാല് 7 വകയാണ് പ്രസാദം, 9 വകയാണ്. ഇപ്പൊ നമ്മൾ വളവാപ്പിനൊക്കെ എങ്ങനെ സാപ്പാട് പലതരത്തിലുള്ള തൈര് സാപ്പാട്, ലെമൺ റൈസ്, പുളിയോദര അങ്ങനെ ചെയ്യുന്നില്ല. അതുപോലെ 9 തരത്തിലുള്ളത് 7 തരത്തിലുള്ളതൊക്കെ വെച്ച് വഴിപാട് ചെയ്യുന്നവരുണ്ട്.
അതുപോലെ ചെയ്തിട്ട് വരാഹിയമ്മനക്ക് നിങ്ങൾക്ക് വഴിപാട് ചെയ്യാവുന്നതാണ്. അതല്ല വെച്ചാല് ഡെയിലി നിങ്ങൾ ഓരോരോ പ്രസാദം വെച്ചിട്ട് 9 നാളത്തേക്ക് 9 പ്രസാദം അങ്ങനെ കണക്കൂട്ടിയും ചെയ്യാവുന്നതാണ്. ഒരു നാള് തേങ്ങാ സാപ്പാട്, ഒരു നാള് വെജിറ്റബിൾ റൈസ്, ഒരു നാള് വന്നിട്ട് അരിച്ചിപ്പരിപ്പ് സാപ്പാട്, അങ്ങനെ നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ നോക്കി തക്കാളി സാപ്പാട് അങ്ങനെയൊക്കെ നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കലശ വഴിപാട് ചെയ്യുന്നവർ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ നീല നിറത്തിലുള്ള ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അത് പറ്റില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സ് വെച്ചിട്ട് വൃത്തിയോടുകൂടി ചെയ്താൽ മതി. ശരിയാ? നിറയെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് പറ്റുമോ അത് നിങ്ങൾ അമ്മനെ പ്രാർത്ഥിച്ച്, ഈ മന്ത്രം എന്തായാലും നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും അറിയാന്നുള്ളവരാണല്ലോ, നിങ്ങളത് വായിച്ച് അമ്മയ്ക്ക് മുന്നേ ചൊല്ലിക്കൊള്ളുക. ശരിയാ? കാരണം ആഷാഢ നവരാത്രി എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ ഒരു ഭാഗ്യം അത് അമ്മ തന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. കിട്ടുന്ന ദിവസം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തോളുക. അമ്മനെ കുമ്പിട്ടാലേ പോതും, ഈ മന്ത്രം നിങ്ങൾ നോക്കി അമ്മനെ കുമ്പിട്ടാലേ പോതും, അമ്മ നിങ്ങൾക്ക് എല്ലാം വാരി വിതറിത്തരും. വരാഹിയമ്മ ഇറങ്ങി വന്ന് തന്നെ നിങ്ങൾക്ക് അതിന് ആൻസർ തന്നിട്ട് പോകും. സോ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് ചെയ്തോളുക. പറഞ്ഞതിൽ ഡൗട്ടൊന്നും ഇല്ലാന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. കൂടാതെ പക്കത്തുള്ള ഹൈപ്പ് ബട്ടണിലൊന്ന് അമർത്തിയേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.